ഗുജറാത്തിൽ തങ്ങളാണ് പ്രതിപക്ഷമെന്നും പതിറ്റാണ്ടുകൾ ഭരിച്ച കോൺഗ്രസ് അവിടെ അപ്രസക്തമായെന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം. എന്നാൽ ഗുജറാത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയാം. ബിജെപിയുടെ ഉരുക്കുകോട്ടയായ ഗുജറാത്തിൽ എതിരാളികൾ കോൺഗ്രസ് മാത്രമാണ്. ഇന്നലത്തെ മഴയത്ത് മുളച്ച തകരയായ AAP ഇപ്പോൾ തന്നെ BJPയെ വിഴുങ്ങും എന്ന് പറഞ്ഞാണ് ഗുജറാത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തത്. എന്നാൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ AAPയെ അവിടെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് വോട്ടർമാർ. അതേസമയം BJPയുടെ തേരോട്ടമാണ് ഗുജറാത്തിൽ നടന്നതെങ്കിലും വീണിടത്ത് നിന്ന് എണീറ്റ് നിൽക്കാൻ പോകുന്ന പ്രകടനം അവിടെ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. BJP സമൂഹ മാധ്യമ ഹാൻഡിലുകൾ വിധി എഴുതിയതുപോലെ മുച്ചൂട് മുടിഞ്ഞിട്ടില്ല അവിടെ കോൺഗ്രസ്. പൊരുതാനുള്ള ജീവശ്വാസം പിടിച്ചു നിർത്തിയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് തിരശീലയിട്ടത് എന്നതാണ് വാസ്തവം. ഇക്കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27% വോട്ടും 17 സീറ്റും മാത്രം ജയിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെട്ട കോൺഗ്രസിന് ഗുജറാത്തിന്റെ മണ്ണിൽ ശവക്കുഴി ഒരുക്കിയിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് ഇല്ലാതാകുന്ന ആദ്യ സംസ്ഥാനമായി ഗുജറാത്തിനെ വിശേഷിപ്പിച്ച് മാധ്യമങ്ങൾ എഡിറ്റോറിയൽ പോലും എഴുതിയിരുന്നു. അവിടെ നിന്നുമാണ് ഈ തിരിച്ചുവരവ് എന്നത് അത്ര ചെറിയ കാര്യമാണെന്ന് പറയാൻ സാധിക്കില്ല. അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി ഒരു സീറ്റ് ജയിച്ചെങ്കിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ AAP കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതോടെ മൊത്തത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി എന്ന പ്രചാരണമാണ് നടന്നിരുന്നത്. ഇതോടെയാണ് ഗുജറാത്തിൽ കോൺഗ്രസിന് തങ്ങൾ അവസാനം കുറിച്ചെന്ന് AAP അവകാശവാദം ഉന്നയിച്ചത്. അവിടെ നിന്നും 2 വർഷങ്ങൾക്ക് ഇപ്പുറം അതേ AAPയെ തന്നെ കോൺഗ്രസ് തിരിച്ചു വെട്ടിയെന്നും പറയാൻ സാധിക്കും. ആ പ്രചാരണത്തെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബലത്തിൽ BJP നടത്തിയ എല്ലാ അട്ടിമറി ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയാണ് 31% വോട്ടും 1738 വാർഡും വിജയിച്ച് തങ്ങളാണ് പ്രധാന പ്രതിപക്ഷമെന്ന് കോൺഗ്രസ് വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. ആകെയുള്ള 9992 വാർഡുകളിൽ 53% വോട്ടോടെ 7492 വാർഡുകൾ വിജയിച്ചു. BJP വൻ വിജയം നേടിയപ്പോൾ പ്രധാന പ്രതിപക്ഷമായെന്ന് ഗുജറാത്തി മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ ആം ആദ്മി പാർട്ടി 11% വോട്ടാണ് ആകെ ഗുജറാത്തിൽ നിന്ന് നേടിയത്. അതിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചത് വെറും 489 വാർഡുകളിൽ മാത്രമാണ്. വോട്ടിംഗ് ശതമാനം 2 അക്കം കടക്കാൻ AAPക്ക് സാധിച്ചു എന്നതാണ് ഇപ്പോൾ അവർ വീമ്പ് പറയുന്നത്. അതിന് പിന്നിൽ ഒരു കാരണം മാത്രമാണ് ഉള്ളത്. തെക്കൻ ഗുജറാത്തിലെ ആദിവാസി മേഖലകളിൽ ചെറിയ രീതിയിൽ വോട്ട് പിടിക്കാൻ സാധിച്ചത് മാത്രമാണ് AAPക്ക് പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പ് സമ്മാനിച്ച ഘടകം എന്ന് കാണാൻ സാധിക്കും. ചൈതൽ വാസവ എന്ന AAP നേതാവിന്റെ സ്വാധീനം അതിൽ പ്രകടമാണ്. AAPയുടെ MLA ആണ് ഈ നേതാവ്. ആദിവാസി മേഖലകളിൽ ചൈതൽ വാസവയ്ക്കുള്ള പിടിപാട് വോട്ടായതോടെയാണ് AAPക്ക് പിടിച്ചു നിൽക്കാൻ പോലും ഗുജറാത്തിൽ കഴിഞ്ഞതെന്നും കാണാൻ സാധിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഗുജറാത്തിൽ ആകെ തകർന്നടിഞ്ഞത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് അവിടെ കോൺഗ്രസിനെ കാത്തിരുന്നത്. എന്നാൽ ഇത്തവണ കഥ ചെറുതായിട്ട് മാറി എന്ന് പറയുന്നതിൽ തെറ്റില്ല. 2022 ഗുജറാത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത്. ഇക്കുറി 1-ൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ എണ്ണം 6-ലേക്ക് എത്തിക്കാൻ സാധിച്ചത് കോൺഗ്രസിന് നേട്ടമാണെന്ന് പറയുന്നതിൽ തെറ്റുമില്ല. പിടിച്ചെടുത്തത് BJP ഭരിക്കുന്ന 5 മുനിസിപ്പാലിറ്റികളാണ്. കഴിഞ്ഞ തവണ 18 താലൂക്ക് പഞ്ചായത്തിൽ മാത്രം ജയിച്ച കോൺഗ്രസ് ഇത്തവണ 31 താലൂക്ക് പഞ്ചായത്തുകളിലാണ് വിജയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 4% വോട്ടിന്റെ വർധനവാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യ പ്രതിപക്ഷമാണെന്ന് സ്വയം വാഴ്ത്തുന്ന AAPക്ക് അവരുടെ 2% വോട്ട് ഗുജറാത്തിൽ കൈവിടേണ്ടി വന്നത് അവരുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. BJP അവരുടെ വോട്ട് വിഹിതം ഏറെക്കുറെ നിലനിർത്തി എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി പ്രധാന പ്രതിപക്ഷമായി മാറിയെന്ന വ്യാജ പ്രചാരണങ്ങൾ തകർന്നടിഞ്ഞതോടെ അവരുടെ വോട്ടുകൾ തിരികെ കോൺഗ്രസിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തുമെന്നത് ഉറപ്പാണ്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി AAPക്ക് മുന്നിലുള്ള വലിയ കടമ്പ. അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങുമെന്ന റിപ്പോർട്ടുകൾ ഗുജറാത്തിലും നേട്ടമായി മാറുമെന്നത് ഉറപ്പാണ്. അതേസമയം പഞ്ചാബിൽ അവർ പരാജയപ്പെട്ടാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഗുജറാത്തിൽ AAP കൂപ്പുകുത്തും എന്നും ഉറപ്പാണ്. ചൈതൽ വാസവയെ പോലെ ജനസ്വാധീനമുള്ള നേതാക്കളെ AAPയിൽ നിന്ന് അടർത്തിയെടുത്ത് കോൺഗ്രസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസ് ചരിത്രം കുറിക്കുമെന്നും ഉറപ്പാണ്.